മോദിയുടെ അപ്രമാദിത്വം ഏറെക്കുറെ അവസാനിച്ചതോടെ ബി.ജെ.പിയുടെ കടിഞ്ഞാൺ RSS ഏറ്റെടുക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി വീഴണമെന്ന് മനസ്സുകൊണ്ടെങ്കിലും RSS ആഗ്രഹിച്ചിരിക്കണം. കാരണം ഇനി ബി.ജെ.പിക്ക് മുന്നോട്ടു പോകുവാൻ RSSന്റെ സഹായം ആവശ്യമില്ലെന്ന് തുറന്നു പറയാൻ ധൈര്യം കാട്ടിയ ദേശീയ അധ്യക്ഷൻ ബി.ജെ.പി വളർന്നു എന്നാണ് പറഞ്ഞത്. ഇതിൽ പരം അപമാനം RSSന് നേരിടാൻ ഇല്ല എന്നതാണ് സത്യം. ബി.ജെ.പിയെ കയ്യിലെ കുഞ്ഞിനെ പോലെ വളർത്തിയ RSSന് അവരിൽ നിന്നേറ്റ അപമാനം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ബി.ജെ.പിയെ തേടിയെത്തിയത്. ഇതോടെ അല്പം പിൻവലിഞ്ഞു നിന്ന RSS ബി.ജെ.പിയിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെ നരേന്ദ്രമോദിയെ തന്നെ പിൻവലിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ RSS നടത്തുന്നത്. രാഷ്ട്രീയ നേതാക്കൾ 75 വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കണമെന്ന് പരസ്യമായി പറഞ്ഞ മോഹൻ ഭഗവത് ലക്ഷ്യം വെച്ചത് മോദിയെ തന്നെയാണ്. 75 വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കണമെന്നും മറ്റുള്ളവർക്ക് അവസരം നൽകണമെന്നുമാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. ഈ വർഷം സെപ്റ്റംബറിൽ മോദിക്ക് 75 വയസ്സ് പൂർത്തിയാകുകയാണ്. അപ്പോൾ മോഹൻ ഭഗവത് ലക്ഷ്യം വെക്കുന്നത് മോദിയെ ആണെന്ന് പ്രത്യേകം പറയേണ്ടതുമില്ല. ഭാഗവതിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 75 വയസ്സായാൽ അതിനർത്ഥം എല്ലാം മതിയാക്കണം എന്നാണ്. മറ്റുള്ളവർക്ക് വഴി മാറിക്കൊടുക്കണം. പുതുമുഖങ്ങൾ കഴിവ് തെളിയിക്കാനുള്ള അവസരമാണ് ഒരുക്കേണ്ടത്. RSSന്റെ ആസ്ഥാനമായ നാഗ്പൂരിലെ ഒരു പുസ്തക പ്രകാശന വേദിയിൽ വെച്ചാണ് മോഹൻ ഭാഗവത്തിന്റെ പരാമർശം എന്നത് ശ്രദ്ധേയം. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ജസ്വന്ത് സിംഗ് തുടങ്ങിയ നേതാക്കളെ മോദി വിരമിപ്പിച്ചത് നമ്മൾ കണ്ടു. ഇതേ തീരുമാനം മോദിക്കും ബാധകമാകുമോ എന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം സഞ്ജയ് റാവത്തും ചോദിക്കുന്നുണ്ട്. പറയുകയല്ല, ചെയ്തു കാണിക്കുകയാണ് വേണ്ടത്. നിലവിലെ ഭരണകർത്താക്കൾ ഇതിൽ പെടുമോ എന്നത് നോക്കിക്കാണാം എന്ന് കോൺഗ്രസ് നേതാവ് അഭിഷേക് സിംഗും പ്രതികരിച്ചു. നേരത്തെയും RSS മോദിയെ ഉന്നം വെച്ച് പല രീതിയിലുള്ള കമന്റുകളും പാസാക്കിയിരുന്നു. അഹങ്കാരമുള്ള ഒരാൾക്ക് യഥാർത്ഥ ജനസേവകനാകാൻ കഴിയില്ല എന്ന് പറഞ്ഞ RSS തലവൻ മോഹൻ ഭാഗവത് അന്നും മോദിയെ പരോക്ഷമായി വിമർശിക്കുകയാണ് ചെയ്തത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നേതാക്കൾ മാന്യത പാലിച്ചില്ല എന്നും ഭാഗവത് കുറ്റപ്പെടുത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം ആദ്യമായി പ്രതികരിച്ചപ്പോഴാണ് മോഹൻ ഭാഗവത് ഈ രീതിയിൽ സംസാരിച്ചത്. ഒരു യഥാർത്ഥ സേവകൻ ജോലി ചെയ്യുമ്പോൾ മാന്യത നിലനിർത്തുന്നു. അങ്ങനെയുള്ളവർ മാത്രമേ സേവനം നടത്തുന്നുള്ളൂ. അവർക്ക് താൻ ചെയ്യുന്നതിനെ കുറിച്ച് അഹങ്കാരം ഉണ്ടാകുകയില്ല. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സേവകനാകാൻ അവകാശമുള്ളൂ എന്നുമാണ് RSS പറഞ്ഞത്. കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാൻ സാധിക്കാതിരുന്ന ബി.ജെ.പി ഘടക കക്ഷികളുടെ പിന്തുണയിൽ അധികാരമേറ്റ സമയത്താണ് RSS തലവന്റെ പരാമർശം എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഗുജറാത്തിലെ RSSലൂടെ വളർന്നു വന്ന് മോദി പിന്നീട് ബി.ജെ.പിയുടെ തലമുതിർന്ന നേതാവിലേക്ക് വളരെ വേഗമാണ് നടന്നു കയറിയത്. 2014 ആദ്യമായി പ്രധാനമന്ത്രിയായപ്പോഴും മോദി RSS വിധേയനായിരുന്നു. എന്നാൽ പിന്നീടാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. RSSന്റെ ഓമനപുത്രനായ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് RSSന്റെ അനിഷ്ടത്തിന് മോദിയെ പാത്രമാക്കിയത് എന്ന് കാണാം. പിന്നാലെ 2019 അധികാരം പിടിച്ചതോടെ RSSന് മുകളിലേക്ക് വളർന്നു എന്ന തോന്നലാണ് ബി.ജെ.പിയെയും മോദിയെയും മുന്നോട്ട് നയിച്ചത്. തന്റെ അനുയായിയായ നദ്ദയെ ബി.ജെ.പിയുടെ അമരത്ത് അവരോധിച്ച മോദി പിന്നീട് തന്നിഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ നയിച്ചത്. ഏറ്റവും ഒടുവിലായി RSSനെ തള്ളിപ്പറയാൻ വരെ ധൈര്യം ബി.ജെ.പിക്കുണ്ടായി. ഇതിനിടയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി മൂക്കും കുത്തി അങ്ങനെ വീണത്. അവസരം മുതലാക്കിയ RSS ആരെയും നിങ്ങൾക്ക് മുകളിൽ വളരാൻ അനുവദിക്കില്ലെന്ന് കൂടി പ്രഖ്യാപിക്കുക കൂടിയാണ് എന്ന് ഇപ്പോൾ കാണാനും സാധിക്കും.